എല്ലാവർക്കും നമസ്കാരം. ഞാൻ സുചിത്ര. സ്പിരിച്വൽ സോൾ 369ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് എന്താണിപ്പോൾ പ്രസൻറ്റ് ടൈമിൽ എന്താണ് ഫീലിങ്സ് എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് എന്താണ് പ്രസൻറ്റ് ടൈമിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഓക്കെ. ഫസ്റ്റ് കാർഡ്, മെയിൻ കാർഡായിട്ട് വന്നിട്ടുള്ളത് ടെമ്പിൾ പാത്ത് ആണ്. വളരെ നല്ല കാർഡാണ്. ദ തിങ്കിങ് വുമൻ ആണ്. കോൺട്രാക്ട്, കൂടാതെ ഏഞ്ചൽ ഓഫ് സ്ട്രെങ്ത്. ഓക്കെ, അപ്പോൾ ഇനി എന്താണെന്ന് നോക്കാം. നമുക്ക് ഓരോ കാർഡ്സ് ആയിട്ട് നമുക്ക് എന്താണ് ഇതിൽ വരുന്നതെന്ന് നോക്കാം. ഇതാണ് നിങ്ങൾക്ക് പ്രസന്റ് ടൈമിൽ സ്പ്രെഡ് കിട്ടിയിട്ടുള്ളത്. അതിൽ മെയിൻ കാർഡായിട്ട് വന്നിട്ടുള്ളത് ടെമ്പിൾ പാത്ത് ആണ്. ഓക്കെ, നമുക്ക് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഇത് കാണുമ്പോൾ ഈ ഒരു സ്പ്രെഡിൽ വരുന്നത് നിങ്ങൾ ഇപ്പോൾ ഒരു കാർമിക് പാത്തിലായിരിക്കാം, ബട്ട് എന്നാലും നിങ്ങൾ ശരിയായിട്ടുള്ളൊരു വഴിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ നിങ്ങൾ എടുക്കുന്ന ചോയ്സസ് എന്ത് തന്നെ ആയാലും അത് നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിനും ആയിട്ടുള്ളതായിരിക്കും. അതുപോലെ അതിലെന്തെങ്കിലും ലൈഫ് ലെസൺസ്, അതായത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ കൂടി അത് നിങ്ങളുടെ ലൈഫിൽ ഒരു നല്ല ലെസൺ ആയിരിക്കും. അതുപോലെ ആ ഓരോ ലെസൺസും വളരെ ഇമ്പോർട്ടൻറ്റും ആയിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ്, ഫ്രണ്ട്സ്, കൂടാതെ തന്നെ നമ്മുടെ ഏഞ്ചൽസ്, സ്പിരിറ്റ് ഗൈഡ്സ് എല്ലാവരെയും നമുക്ക് കോൾ ചെയ്യാം. ഈ ഒരു സമയത്ത് തീർച്ചയായും അവർ നിങ്ങളെ അസിസ്റ്റ് ചെയ്യുന്നതായിരിക്കും, നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും എന്നാണ് ഇവിടെ ഈ സ്പ്രെഡിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ തിങ്കിങ് വുമൻ, കോൺട്രാക്ട്, ഏഞ്ചൽ ഓഫ് സ്ട്രെങ്ത്, ഇതെന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ജ്ഞാനം അഥവാ വിസ്ഡം കിട്ടാനായിട്ടുള്ള ഒരു ടൈം ആയിട്ടുണ്ട്. അതായത് ഒരു വിസ്ഡം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ കാര്യങ്ങളെല്ലാം തിരിച്ചറിയാനായിട്ടുള്ള ഒരു കഴിവ് വരുന്നതാണ്. നിങ്ങളുടെ ഒരു ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഒരു സ്ത്രീ, നിങ്ങളുടെ സ്ത്രീ പോലെ അല്ലെങ്കിൽ ഒരു ഗുരുവിനെ പോലെ ഒരാൾ നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നതാകാം. അതുപോലെ അത് ഒരു പക്ഷെ ഒരു ടീച്ചർ ആകാം, അല്ലെങ്കിൽ ഒരു ഗുരു ആകാം. അങ്ങനെ ഒരു പുതിയ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഇനി കടന്നു വരാം എന്നാണ് ഇവിടെ ഈ ഒരു സ്പ്രെഡിൽ ഇപ്പോൾ കാണിക്കുന്നത്. കൂടാതെ ഇനി നമ്മൾ അതുപോലെ തന്നെ ഒരു ലീഗൽ കമ്മിറ്റ്മെന്റ്, അതിപ്പോൾ ഒരു വീടിന്റെ ആകാം. ഒരു വീട് നമ്മൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുമ്പോൾ എഴുതുന്ന ഒരു അകമ്പടി, അതുപോലെ തന്നെ ഒരു ജോബ്, അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഡീല് ചെയ്യുക, ഒരു ബിസിനസ്സിൽ ഒരു ഡീല് ചെയ്യുക, അല്ലെങ്കിൽ ഒരു മാരേജ്, അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റോ എന്തെങ്കിലും ആകാം. അങ്ങനെ എന്തെങ്കിലും ഒരു കോൺട്രാക്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ടാകാം. എന്തെങ്കിലും ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് ഇവിടെ ഏഞ്ചൽസ് ഗൈഡൻസ് തരുന്നത്. അതുപോലെ തന്നെ ഏഞ്ചൽ ഓഫ് സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ പേഴ്സണൽ പവറും ഇന്നർ പവറും, അത് ഇന്നർ സ്ട്രെങ്തും കാണിക്കുന്ന ഒരു ഏഞ്ചലാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഇന്നർ സ്ട്രെങ്ത് കൂടും. അതുപോലെ തന്നെ ആക്ഷൻ എടുക്കാനുള്ള സമയമായിട്ടുണ്ട് എന്ന് കൂടി ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. നിങ്ങൾക്ക് എടുക്കേണ്ട സമയമായിട്ടുണ്ട്. അതുപോലെ ലക്ഷ്യത്തിലേക്ക് പോകാനായിട്ടുള്ള ഒരു ഇന്നർ സ്ട്രെങ്ത് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വളരെ കൂടുതലായിരിക്കും. ഈ ഒരു ഏഞ്ചൽ, ഈ ഒരു കാർഡ് നമ്മൾക്കിപ്പോൾ കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഡ്രീംസ്, ആ ഒരു ഡ്രീംസ് തീർച്ചയായിട്ടും ട്രൂ ആകുന്നതായിരിക്കും. അതായത് നിങ്ങളുടെ സ്വപ്നങ്ങൾ പൂവണിയാൻ പോകുന്നു എന്ന് പറയും പോലെ ഈ ഒരു ഏഞ്ചൽ ഉണ്ടെങ്കിൽ ആ ഒരു കാര്യം, നമ്മുടെ ഡ്രീംസ് എല്ലാം ട്രൂ ആകുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു സ്പ്രെഡ് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്പ്രെഡ് ആണ്. അപ്പോൾ ഇതെല്ലാം വളരെ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കാണ് ഈ ഒരു സ്പ്രെഡായിട്ട് റെസനേറ്റ് ആവുന്നത് അവർ കമൻറ്റ് ചെയ്തോളൂ. അതുപോലെ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആവണുണ്ടോ എന്ന് നോക്കിക്കോളൂ. നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ടോ എന്ന് നോക്കിക്കോളൂ. അപ്പോൾ താങ്ക് യു എവരിബഡി. പോസിറ്റീവായിട്ടിരിക്കുക, പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക.
ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, എങ്കിൽ ഞാൻ വാട്സപ്പ് നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട് ഇന്ന്. അപ്പോൾ അത് പേഴ്സണൽ റീഡിങ്സ് ആവശ്യമെന്ന് തോന്നുന്നവർ മാത്രം കോണ്ടാക്ട് ചെയ്താൽ മതി. പേഴ്സണൽ റീഡിങ്സ് എപ്പോഴും പേയ്മെൻറ്റ് വാങ്ങി എനർജി എക്സ്ചേഞ്ച് വാങ്ങി ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം അതിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഞാൻ ലൈവിൽ വരുന്നുണ്ട്, ആ ഒരു ടൈം ചോദിച്ചാൽ മതി. ഓക്കെ, താങ്ക് യു. അപ്പോൾ എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക. അതുപോലെ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു. താങ്ക് യു ഏഞ്ചൽസ്, താങ്ക് യു സോ മച്ച്.